സമസ്ത ഏതൊരു പ്രസ്ഥാനത്തെയും കുറിച്ച് തീരുമാനമെടുക്കുന്നത് പ്രത്യേക പഠന സമിതിയെ നിയോഗിച്ച് ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നത് സുന്നി കൈരളിക്ക് നല്ലതുപോലെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ബിദഈ പ്രസ്ഥാനങ്ങളെയും നൂരിഷ, തീജാനി, ഷംസിയ, കക്കാട്, ആലുവ, പട്ടിക്കാട് തുടങ്ങി വ്യാജ ആത്മീയവാദികളെയും സമസ്ത തറ പറ്റിച്ചത് ഈ രൂപത്തിൽ തന്നെയാണ്. നിസ്വാർത്ഥരും സൂഫിവര്യരുമായ 40 ജ്ഞാനപടുക്കൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ ധിക്കാരമെന്നല്ലാതെ എന്ത് പറയാൻ? ഇനി ഇന്നു ഞങ്ങൾ പറയുന്നു, AP ഉസ്താദോ സുലൈമാൻ ഉസ്താദോ ഞങ്ങളെ വിളിച്ച് ശരീഅത്തിൽ നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഞങ്ങൾ പിന്മാറും. വെല്ലുവിളിയാണിത്. ആഴത്തിലുള്ള വിജ്ഞാനമുള്ളവർക്കല്ലേ ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയാനാവൂ. നൗഷാദ് മൗലവി തന്നെ പറയട്ടെ. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോകുന്നതും വരുന്നതും ത്വരീഖത്ത് അംഗീകരിക്കുന്നതും ഇതെല്ലാം ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് തന്നെ, വലിയ വലിയ മശായിഖന്മാർക്ക് തന്നെ പലപ്പോഴും ഇത്തരം ആളുകളെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ കഴിയാതെ പോയത് ഈ വിഷയത്തിൽ ആഴമേറിയ അറിവ് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതെ, ഇപ്രകാരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏകകണ്ഠമായി വിട്ടുനിൽക്കണമെന്ന് പ്രഖ്യാപിച്ച വിഭാഗമാണ് കുരുവട്ടൂർ അബ്ദുല്ലാഹിൽ ഹക്കീം എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള വ്യാജ ആത്മീയ കൂട്ടായ്മ. സ്വയം പ്രഖ്യാപിത കറാമത്തുകളും വെള്ളം ചേരാത്ത കളവുകളുമായി കേരളീയ മുസ്ലിങ്ങളിലേക്ക് ഇങ്ങനെ ഒരാൾ കടന്നു വന്നപ്പോൾ നാനാതുറകളിൽ നിന്നും സമസ്തയിലേക്ക് പ്രതികരണങ്ങൾ എത്തിത്തുടങ്ങി. വിഷയസംബന്ധിയായ പഠനത്തിന് ഈ സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ എന്നിവരടങ്ങുന്ന 5 അംഗ സമിതിയെ സമസ്ത നിയോഗിച്ചു. പഠന സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം 5/9/2013 ഈ വ്യക്തിയുമായി വിട്ടുനിൽക്കണമെന്ന് സുന്നി കൈരളിയോട് സമസ്ത ആഹ്വാനം ചെയ്തു. സംഘടന അച്ചടക്ക നടപടിയും സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രഭാഷകരായ നൌഷാദ് ഹസനിയെയും ഹാഫിൽ അബ്ദുൽ ഹക്കീമിനെയും വേദികളിൽ നിന്നും മാറ്റി നിർത്താനും യോഗം തീരുമാനിച്ചു. സമസ്തയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളടക്കം ഗുരുതരമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഈ വലിയ ക്യാൻസറിൽ നിന്നും സുന്നി സമൂഹത്തെ രക്ഷപ്പെടുത്തിയ പണ്ഡിത മഹത്തുക്കളെ അക്ഷരം പ്രതി അനുസരിച്ച് ബഹുഭൂരിപക്ഷം മുരീദുമാരും ഈ കുരുവട്ടൂരിസത്തെ മനതലങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞെങ്കിലും ആമാശയത്തിനു വേണ്ടി ആദർശം പണയം വച്ച ഒരു കൂലിപ്രഭാഷകൻ കാര്യലാഭങ്ങൾക്ക് വേണ്ടി തീരുമാനത്തെ ചോദ്യം ചെയ്യാനും നിസ്വാർത്ഥരായ പണ്ഡിതരെ സമൂഹമധ്യത്തിൽ അവഹേളിക്കാനും ഇറങ്ങിത്തിരിച്ചു. തീരുമാനം ഏകപക്ഷീയമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഇത് നിങ്ങൾ ശരിക്കൊന്ന് കേട്ടോളൂ. ഇവിടുത്തെ എല്ലാ ഗൂഢാലോചനയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തേ ഇവര് മനസ്സിലാക്കിയത് എത്രത്തോളം AP ഉസ്താദിനെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇത് പറയിപ്പിച്ചു എന്നതിന്റെ തെളിവാണ് മുഷാവറയുടെ ക്ലിപ്പ് നിങ്ങൾ പുറത്തുവിട്ടത്, ലോക ചരിത്രത്തിൽ ആദ്യമായി. കുരുവട്ടൂർ ഷേഖ് കയറൂരിവിട്ട കൂലിപ്രഭാഷകന് മുന്നിൽ സമസ്ത കുലുങ്ങിയില്ല. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് മാതൃകയെ പൊളിച്ചെറിഞ്ഞുകൊണ്ട് സമസ്തയുടെ തീരുമാനം വീണ്ടും വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാഹ് ഈ കാലമത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല. ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റിപ്പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് ഹസനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച്
എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. അത് പൊന്മളയോ ഞാനോ സയ്യിദ് അലി ബാഫഖ് തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ കുഞ്ഞമ്മൂസ്ലിയാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റയീസുൽ ഉലമാ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യാതൊരു സംശയവും അതിൽ ഇല്ല. സ്വന്തം ഉസ്താദിന്റെ അധ്യക്ഷതയിൽ നടന്ന മുഷാവറ യോഗത്തെ ഈ പണ്ഡിത വേഷധാരി വീണ്ടും വീണ്ടും അവഹേളിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പണിയാണ് മുഷാവറയുടെ ക്ലിപ്പിറക്കിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഷാവറ സമസ്ത മുഷാവറയുള്ള നിങ്ങൾ ഉദ്ദേശിച്ചത് ഏകദേശം വരക്കൽ മുല്ലക്കോയ തങ്ങൾ തൊട്ട് ഇന്നുവരെയുള്ള ചരിത്രത്തിൽ മുഷാവറയുടെ വീഡിയോ ക്ലിപ്പ് കൊടുക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസാനത്തിന്റെ തുടക്കമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. നിങ്ങൾ കേട്ടിനോ അങ്ങനെ? ഇത് മുഷാവറ എന്താ മഹല്ല് കമ്മിറ്റി യോഗം ചേർത്ത് ഇതിനൊക്കെ ഒരു മാന്യതല്ലേ? മുഷാവറയ്ക്കൊക്കെ ഒരു സ്വകാര്യതയില്ലേ? നിങ്ങൾക്ക് എങ്ങനെ മുഷാവറയുടെ ക്ലിപ്പിടാൻ പറ്റി? തോന്നിവാസമല്ലേ ചെയ്തത്? മുഷാവറ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു സ്വകാര്യതല്ലേ? അതങ്ങോട്ട് പൊട്ടിക്കല ക്ലിപ്പൊക്കെ. ഇനി ഞാൻ അതിന്റെ കാര്യം എന്താ മുമ്പര് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ശരിക്കൊന്ന് കേട്ടോളൂ. ഇവിടുത്തെ എല്ലാ ഗൂഢാലോചനയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്നാൽ തീരുമാനത്തെക്കുറിച്ച് സുലൈമാൻ ഉസ്താദ് പറയട്ടെ. സമസ്തയെ പിള്ള മെമ്പർമാരെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നവരെ പറ്റി ആരെ പറ്റിയും എനിക്കൊരവിശ്വാസമില്ല. അവരൊരാള് അസത്യമായ കാര്യം ഒരാൾ പറയിച്ചാൽ പറയും എന്ന് ഞാൻ വിശ്വസിക്കണില്ല. എപി ഉസ്താദോ അല്ലെങ്കിൽ മറ്റുള്ള മെമ്പർമാരോ ഒരാളെ വശീകരണം കൊണ്ട് വേണ്ടാത്തത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അവരൊക്കെ വളരെ ഐക്യത്തിലാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ എപി ഉസ്താദിന്റെ തീരുമാനം ഏക തീരുമാനം, ഐക്യ തീരുമാനം. എപി ഉസ്താദാണ് പറഞ്ഞത്, പിന്നെ ആരും പറഞ്ഞിട്ടില്ല. അവിടെ ആ സഭയിൽ മുഷാവറയിൽ വെച്ചിട്ട് പൊന്മള മിനിക്കുട്ടിയുടെ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യത്തിന് മറുപടി ഞങ്ങളാരുമല്ല പറഞ്ഞത്, എപി ഉസ്താദ് തന്നെ ഇത് കൊണ്ടുവരാൻ പറഞ്ഞ് നെറ്റ് കൊണ്ടുവരാൻ വന്നിട്ട് ഈ വിഷയം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി അപ്പൊ തന്നെ അറിയിച്ചതാ. നാളെ ആകണ്ട, പത്രത്തിൽ നാളേക്കല്ലേ വരുള്ളൂ, അന്ന് തന്നെ അറിയണമെന്നുള്ളത്. എന്നല്ലാതെ മുഷാവറ എന്നുള്ളത് രാഷ്ട്രീയല്ല, മുഷാവറ കൂടി തന്നെ ശരിയല്ലാന്ന് വരെ വരെ. പണ്ഡിത സഭയെ അവഹേളിക്കുക മാത്രമല്ല, ഷെയ്ഖിനെതിരെ ശക്തമായി രംഗത്ത് വന്ന സമസ്ത കേന്ദ്ര സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതരെ വ്യാജ ക്ലിപ്പുകളുണ്ടാക്കി സമൂഹമധ്യത്തിൽ അപമാനിക്കാനുള്ള വിഫല ശ്രമവും ഈ കൂലിപ്രഭാഷകന്റെ ഭാഗത്തുനിന്ന് സുന്നി കൈരളി കാണേണ്ടി വന്നു. എന്നാൽ ഗുരുതരമായ ഇത്തരം കോപ്രാട്ടിത്തരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കുരുവട്ടൂർ ഷേഖിന് ശരീഅത്തിൽ എന്താണ് കുഴപ്പം എന്ന നൌഷാദ് മൗലവിയുടെ ആമാശയ മുന്നേറ്റത്തിലെ ചോദ്യങ്ങൾ പല കുബുദ്ധികളും ഏറ്റുപിടിക്കുന്നത് വിഷയസംബന്ധിയായ ഒരു ഡോക്യുമെന്ററി നിർമ്മാണത്തിന് ഞങ്ങളെ നിർബന്ധിപ്പിച്ചു. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ടെലസ്കോപ്പ് വെച്ച് പരിശോധിച്ചാലും ദീനിനെതിരായ ഒരു അണിമണി തൂക്കം കണ്ടുപിടിക്കാൻ മാത്രം ഒരാളും വളർന്നിട്ടില്ല. അതെ,
നീ പറഞ്ഞതും നിനക്ക് തന്നെ ബോധ്യമുള്ളതുമായ ശരീഅത്തിലെ കുഴപ്പം കണ്ടെത്താൻ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ നിസ്വാർത്ഥരായ ഉലമാക്കൾ വ്യക്തമായ തെളിവില്ലാതെ ഒന്നും പറയില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും അടിവേരുകൾ തേടിയുള്ള യാത്രയ്ക്ക് മുമ്പ് പ്രേക്ഷകരോട് ചിലത് ഉണർത്തുകയാണ്. ഏതെങ്കിലും വ്യക്തികളെ അപമാനിക്കലോ അപകീർത്തിപ്പെടുത്തലോ ഞങ്ങളുടെ ലക്ഷ്യമല്ല. പല ആവർത്തി ഞങ്ങളിത് വേണ്ടെന്ന് വച്ചു. പക്ഷേ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഉലമാക്കളെ സമൂഹ മധ്യത്തിൽ താറടിക്കുമ്പോൾ ഞങ്ങൾക്കിത് പറയാതിരിക്കാനും വയ്യ. മുതഅല്ലിമുകൾക്ക് കിതാബോധി കൊടുക്കാനും യതീമുകൾക്ക് ഭക്ഷണം നൽകാനും സമൂഹത്തെ നേർമാർഗത്തിൽ നടത്താനും വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ഞങ്ങളുടെ ഉലമാക്കൾക്ക് നിങ്ങളുടെ പൊള്ളവാദങ്ങൾക്ക് ചെവി കൊടുക്കാൻ സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല. ഈ വായാടിയ കയറൂരിവട്ട ഷെയ്ഖിന് തന്റെ പണി നോക്കിയാൽ മതിയായിരുന്നു. അല്ലയോ കുരുവട്ടൂർ, ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നില്ല. സമസ്തയെ ഭിന്നിപ്പിച്ച് താജുൽ ഉലമയുടെ ഇരിപ്പിടം സ്വന്തമാക്കാമെന്ന് മോഹിച്ചു വന്ന താങ്കളെ ഇനിയും സമൂഹത്തിന് പരിചയപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾ ആരുടെ ചാരനാണെന്നോ ഏത് പിശാച്ചാണ് നിങ്ങളുടെ കൂടെയെന്നോ ഞങ്ങൾക്കറിയില്ല. ഏതായാലും സമസ്തയുടെ ഇൽമിനെ തോൽപ്പിക്കാൻ 10,000 വർഷം നോമ്പ് നോറ്റിരുന്നാലും താങ്കൾക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല എന്നോർമ്മപ്പെടുത്തി ഇന്ന് എട്ടിക്കുളത്തെ ചുവപ്പ് നിറമുള്ള 6 അടി മണ്ണിലെ കൊട്ടാരത്തിലിരുന്ന് ഞങ്ങളെ നിയന്ത്രിക്കുന്ന താജുൽ ഉലമയെ അനുസ്മരിച്ച് പൂർണ്ണമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാത്തതൊന്നും ഇതിൽ പരാമർശിക്കില്ലെന്ന് ഉറപ്പു നൽകി ഞങ്ങൾ തുടങ്ങട്ടെ. ഇതാണ് കുരുവട്ടൂർ അബ്ദുൽ